ഒരു മനോഹര കാവ്യം പോലെ അതിസുന്ദരമാണ് മൂന്നാറിലെ വട്ടവട എന്ന കൊച്ചു ഗ്രാമം. തണുപ്പിൻ്റെ പറുദീസയായ വട്ടവട നയന മനോഹരമായ കാഴ്ചകളാൽ സമ്പന്നമാണ്. മാണിക്യക്കല്ലുകൾ വിതറിയിട്ടതുപോലുള്ള സ്ട്രോബെറി പാടങ്ങളും, കണ്ണെത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന പച്ചക്കറിത്തോട്ടങ്ങളും, കാട്ടരുവികളും വെള്ളച്ചാട്ടങ്ങളും, മേഘങ്ങൾ തലോടി നിൽക്കുന്ന വ്യൂ പോയിന്റുകളും, നിഷ്കളങ്കമായ ഗ്രാമീണ സൗന്ദര്യവും ഈ നാടിൻ്റെ മാറ്റുകൂട്ടുന്നു. ഹലോ, നിങ്ങളെല്ലാവരും മൂന്നാർ പോകാറുണ്ടല്ലേ? മൂന്നാർ പോകുമ്പോൾ അധികം ആരും പോകാൻ സാധ്യതയില്ലാത്തൊരു അടിപൊളി സ്പോട്ടാണ് വട്ടവട. വട്ടവട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിനേക്കാളും 1200 അടി മേളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ മൂന്നാറിനെക്കാട്ടിലും തണുപ്പും കൂടുതലാണ്. വട്ടവട എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞു ഗ്രാമമാണ്. ഒരുപാട് സ്ട്രോബെറി തോട്ടങ്ങളും കൃഷിപ്പാടങ്ങളും വ്യൂ പോയിന്റുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉള്ള ഒരു അടിപൊളി സ്പേസാണ്. അപ്പോൾ വട്ടവട പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. വട്ടവട പോകുന്നതിനെ കുറിച്ചുള്ളൊരു ട്രിപ്പ് പ്ലാനാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് താമസിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റിസോർട്ടും കൂടി ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? നിങ്ങൾ മൂന്നാർ, വട്ടവട എന്നിവിടങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ സ്ഥലങ്ങൾ പൂർണ്ണമായിട്ടും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി പ്ലാൻ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നാറിൽ നിന്നാണ്. മൂന്നാറിൻ്റെ യഥാർത്ഥ ഭംഗിയൊക്കെ ആസ്വദിച്ച് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിരാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ വട്ടവടയിലേക്ക് പോകുന്നത് മൂന്നാർ മാട്ടുപ്പെട്ടി ടോപ്പ് സ്റ്റേഷൻ വഴിയാണ്. മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്ക് 45 കിലോമീറ്ററാണ് ഉള്ളത്. ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഈ റൂട്ടിൽ ഒരു നെറ്റ്വർക്ക്സിനും റേഞ്ച് ഇല്ല. സോ റൂട്ട് മാപ്പ് ഇടുന്നുണ്ടെങ്കിൽ ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ടോപ്പ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നും 10 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ വട്ടവട എന്ന ഗ്രാമത്തിലേക്ക്. ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വേണം വട്ടവടയിലേക്ക് പ്രവേശിക്കാൻ. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ മാത്രമേ ഇതുവഴി വാഹനങ്ങൾ കടത്തിവിടുള്ളൂ. നമ്മുടെയും വാഹനത്തിൻ്റെയും വിവരങ്ങൾ നൽകി അവർ പറയുന്ന നിർദ്ദേശപ്രകാരം വേണം ഇതുവഴി പോകാൻ. ഞങ്ങൾ സ്റ്റേ ചെയ്തത് സഹാരി മാരിയൻ്റൽ ജംഗിൾ റിസോർട്ട് എന്ന കാടിനോട് ഇഴകി ചേർന്ന് നിൽക്കുന്ന ഒരു അടിപൊളി റിസോർട്ടിലാണ്. ഈ റിസോർട്ട് ചൂസ് ചെയ്യാനുള്ള കാരണങ്ങളിൽ ഒന്ന്, ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നതും പിന്നെ ഇവിടുത്തെ വൈബും തന്നെയാണ്. നിങ്ങൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ കപ്പിൾസ് ആയിട്ടോ വരികയാണെങ്കിൽ വളരെ സേഫ് ആയിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന കോട്ടേജസ് ഇവിടെയുണ്ട്. അതായത് ബാച്ചിലേഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ ഒരു റൂമിൽ തന്നെ 5 പേർക്കൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ടെന്റ് സ്റ്റേ ആണ്. ടെന്റ് സ്റ്റേ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു പ്രത്യേക അനുഭവമായിരിക്കും. ഞങ്ങൾ ഏകദേശം ഒരു 4 മണിയോടെയാണ് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ തന്നെ ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഈ തണുത്ത കാലാവസ്ഥയിൽ കാടിൻ്റെ പ്രകമ്പനത്തിൽ ഇടകലർന്ന് സമയം ചെലവഴിക്കാൻ ഇവിടെ ഒത്തിരി പ്ലേ ഏരിയാസും ആക്ടിവിറ്റി ഏരിയാസും ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ ആദ്യത്തെ ദിവസം പുറത്തൊന്നും പോകാതെ ഇവിടെ തന്നെ ചിലവഴിച്ചു. ഈ റിസോർട്ട് നിങ്ങൾ ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക. റേറ്റും മറ്റും സീസൺ അനുസരിച്ച് വേരി ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ വരുന്ന സമയം വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് അതേക്കുറിച്ചുള്ള കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. മൂന്നാറിൽ നിന്നും ഏകദേശം 1200 അടി മുകളിലായിട്ടാണ് വട്ടവട സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാറിനേക്കാളും കൂടുതൽ തണുപ്പ് ഇവിടെ അനുഭവപ്പെടും. ഞങ്ങൾ ചെന്നപ്പോൾ 11 ഡിഗ്രി C ആയിരുന്നു. ഡിസംബർ ജനുവരി മാസങ്ങളിൽ മൈനസ് വരെ പോകുമെന്ന് അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ട് തണുപ്പ് പ്രതിരോധിക്കാനുള്ള സാധനങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, BSNL ജിയോ നെറ്റ്വർക്ക്സിന് മാത്രമേ റേഞ്ച് ഉള്ളൂ. എന്നാൽ ഫ്രീ വൈഫൈ കിട്ടുന്നത് കൊണ്ട് കൂടുതൽ ബുദ്ധിമുട്ട് വരില്ല.
നേരത്തെ പറഞ്ഞതുപോലെ പ്ലേ ഏരിയാസ് ഉണ്ടെന്നുള്ള കൂട്ടത്തിൽ ക്യാമ്പ് ഫയർ സ്റ്റേഷനും ലൈവ് ബാർബിക്യൂ റെസ്റ്റോറൻറ്റ്സും ഉണ്ട്. കാടിൻ്റെ വന്യമായ ഇരുളിൽ തണുപ്പിലേക്ക് വട്ടവട നമ്മളെ വലിച്ചിടുമ്പോൾ സഹാരിയുടെ ക്യാമ്പ് ഫയർ പകർന്ന ചൂടുമായി 2 മണിക്കൂറോളം പോയതറിഞ്ഞില്ല. പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ഞങ്ങൾ വട്ടവടയുടെ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് യാത്ര തിരിച്ചു. റിസോർട്ടിൽ നിന്നും തന്നെ ജീപ്പ് സഫാരി അറേഞ്ച് ചെയ്ത് തന്നു. ഇതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. വട്ടവടയുടെ കൂടുതൽ കാഴ്ചകളും ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ സ്വന്തം വാഹനത്തിൽ പോകുന്നത് റിസ്ക്കാണ്. അതുകൊണ്ട് ജീപ്പ് സഫാരി തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ. നമ്മുടെ കൂടെ വന്ന ജീപ്പ് ഡ്രൈവർ ദിലീപേട്ടൻ ഒരു ഗൈഡിനെ പോലെ കൂടെ വന്ന് എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. ഒത്തിരി മലയാളം, തമിഴ് സിനിമകളുടെ ലൊക്കേഷനായിട്ട് വട്ടവട വന്നിട്ടുണ്ട്. വട്ടവടയിൽ നിങ്ങൾ വരികയാണെങ്കിൽ ചിലന്തിയാർ വാട്ടർഫോൾസ് ഒരിക്കലും മിസ് ചെയ്യരുത്. കാടിനുള്ളിലൂടെ 500 മീറ്ററോളം നടന്ന് കാട്ടരുവികളും വെള്ളച്ചാട്ടവും കണ്ടു ചെല്ലുന്നത് ഒരു ഗുഹയിലേക്കാണ്. കയറിയപ്പോൾ മഞ്ഞുമൽ ബോയ്സിൻ്റെ ഗുണ കേവ് എക്സ്പീരിയൻസിൻ്റെ ഭയം ഉള്ളിൽ വന്നെങ്കിലും സംഭവം വേറെ ലെവൽ തന്നെയായിരുന്നു. ഒരു ഹോളിവുഡ് സിനിമയുടെ ലൊക്കേഷൻ പോലെ ഈ സ്ഥലം ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. അടുത്തതായി ഞങ്ങൾ പോയത് പച്ചക്കറി തോട്ടങ്ങളിലേക്കും സ്ട്രോബെറി പാടങ്ങളിലേക്കുമാണ്. ഈ ഗ്രാമത്തിലെ ഓരോ വീടിനു മുന്നിലും അവരുടേതായിട്ടുള്ള സ്ട്രോബെറി ഫാമുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ ലൈവായിട്ട് ഫ്രഷ് സ്ട്രോബെറി നമ്മൾക്ക് പറിച്ചു തരും. ഗ്രാമപ്രദേശത്തിലൂടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. വഴിയിൽ പാഷൻ ഫ്രൂട്ട് കണ്ടപ്പോൾ വാങ്ങാതെ പോകാൻ തോന്നിയില്ല. കാരണം നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ വ്യത്യസ്ത രുചിയാണ് ഇവിടത്തേതിന്. വട്ടവടയുടെ യഥാർത്ഥ സൗന്ദര്യം കാണണമെങ്കിൽ ഈ വ്യൂ പോയിന്റിൽ നിന്നും നോക്കണം. താഴ്വരയിൽ 3 ഗ്രാമങ്ങൾ ഇവിടെ നിന്നും കാണാം. നായാട്ട് എന്ന സിനിമയുടെ ലൊക്കേഷൻ ആയതും ഈ ഗ്രാമങ്ങളിൽ ഒന്നിലാണ്. വട്ടവടയുടെ ഈ ചെറിയ ട്രിപ്പ് പ്ലാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇവിടുത്തെ മനോഹര കാഴ്ചകളും നെഞ്ചിലേറ്റി ഞങ്ങൾ മടക്കയാത്ര തിരിച്ചു. മഞ്ഞ് വീണ താഴ്വരയിലെ ഗ്രാമീണ സൗന്ദര്യം നയനങ്ങൾക്ക് കുളിരേകിയപ്പോൾ മനസ്സ് മന്ത്രിച്ചു. ഇവിടം സ്വർഗമാണ്. വട്ടവട.